സുഹൃത്തെ, നിങ്ങൾ ഒരു പരീക്ഷയ്ക്കൊക്കെ വേണ്ടി നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ വരാൻ പോകുന്ന കാര്യങ്ങളെ പറ്റി നെഗറ്റീവായിട്ട് ചിന്തിക്കരുത് എന്നാണ് നമ്മൾ കഴിഞ്ഞ ദിവസം മനസ്സിലാക്കിയത്. നിങ്ങൾക്ക് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന ആ ഒരു എക്സാമിൽ ഒരു വിജയമായിട്ട് മാറണമെങ്കിൽ മനഃപൂർവ്വം നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ ഈ എക്സാമിൻ്റെ മുൻപ് ഓരോ ദിവസവും നിങ്ങളിലേക്ക് കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇത് പ്രാക്ടിക്കലായിട്ട് എങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം? നിങ്ങളുടെ ഓരോ ദിവസവും പോസിറ്റീവാക്കി മാറ്റിക്കൊണ്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ നിങ്ങൾ എന്തൊക്കെ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് ഞാനിപ്പോൾ പറയുന്നത്. ഒരു 8ഓളം പോയിന്റ്സ് ഞാനിവിടെ പറയുന്നുണ്ട്. പക്ഷേ ഇതിലുള്ള ആദ്യത്തെ 3 പോയിന്റ്സ് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ഓരോ ദിവസവും നിങ്ങൾക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞാനിവിടെ ഗ്യാരണ്ടി പറയാണ്. അപ്പോൾ നമുക്ക് പോയിന്റിലേക്ക് പോകാം അല്ലേ. ഒന്നാമത്തെ പോയിന്റ്, നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നിങ്ങൾ ചിന്തിക്കാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആയിരിക്കും. നിങ്ങൾ ചിലപ്പോൾ കിടക്കുന്ന എഴുന്നേൽക്കുമ്പോൾ തന്നെ ചിന്തിക്കുക, എനിക്ക് ഈ എക്സാമിന് കിട്ടുമോ, ഞാൻ എങ്ങനെയൊക്കെ പഠിച്ചത് മതിയോ, എൻ്റെ അടുത്തുള്ള പുസ്തകങ്ങളൊക്കെ ഓക്കെ ആണോ, എന്നേക്കാൾ നല്ല രീതിയിൽ പഠിക്കുന്ന എത്രയോ ആളുകളില്ലേ, എൻ്റെ പ്രിപ്പറേഷൻ സ്റ്റൈലൊക്കെ ഓക്കെ ആണോ, എനിക്ക് ഇനി എന്തൊക്കെയോ പഠിക്കാനില്ലേ, എനിക്ക് അവിടെ എത്താൻ പറ്റുമോ. ഇങ്ങനെയുള്ള നെഗറ്റീവ് ചിന്തകളോടുകൂടി ഒരിക്കലും നിങ്ങളുടെ രാവിലെ എഴുന്നേൽക്കുന്ന ആ മൊമെൻറ്റ്സിനെ നിങ്ങൾ ആക്കി തീർക്കാൻ പാടില്ല. നിങ്ങൾക്ക് ഒരു കാര്യം അറിയാം, നിങ്ങൾ രാവിലെ എന്താണോ ചിന്തിക്കുന്നത് ആ ഒരു ചിന്തയിൽ നിന്നാണ്, ആ ഒരു ആദ്യത്തെ ചിന്തയിൽ നിന്നാണ് നിങ്ങളുടെ ഒരു ദിവസം നിർമ്മിക്കപ്പെടാൻ പോകുന്നത് എന്നാണ് പറയപ്പെടുന്നത്. നിങ്ങൾ നാളെ മുതൽ രാവിലെ എഴുന്നേറ്റത് മുതലുള്ള ആദ്യത്തെ ഒരു 10 മിനിറ്റെങ്കിലും വളരെ പോസിറ്റീവായിട്ടുള്ള കുറച്ച് ചിന്തകൾ നിങ്ങളിലേക്ക് കൊടുത്തു നോക്കൂ. ആ ഒരു ദിവസം നിങ്ങൾ ഒരിക്കലും ഇതുവരെ കണ്ടതുപോലുള്ള ഒരു ഡേ ആയിരിക്കില്ല. വളരെ പോസിറ്റീവായിട്ടുള്ള എന്തൊക്കെയോ ചെയ്യണമെന്ന് തോന്നുന്ന ഒരു ദിവസമായിരിക്കും അതെന്ന് ഞാൻ ഗ്യാരണ്ടി പറയാണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യമായിട്ട് നിങ്ങൾ നാളെ രാവിലെ തന്നെ ചെയ്യേണ്ട കാര്യം, എക്സാമിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ മനഃപൂർവ്വം നിങ്ങളിലേക്ക് കൊടുക്കുക. യാതൊരു കാരണവശാലും നെഗറ്റീവ് ചിന്തകളെ നിങ്ങളുടെ മനസ്സിലേക്ക് രാവിലെ എഴുന്നേറ്റ ഉടനെ കയറ്റാനേ പാടില്ല. അഥവാ വന്നാൽ ക്യാൻസൽ ക്യാൻസൽ എന്ന് പറഞ്ഞ് അതിനെ വളരാൻ അനുവദിക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്നാണ് നിങ്ങളിലേക്കുള്ള ആ ഒരു കൺസിസ്റ്റൻസിയുടെ, ഒരുപാട് ഇരുന്ന് പഠിക്കാനുള്ള ആ ഒരു മെൻറ്റാലിറ്റിയുടെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. നന്നായിട്ട് നല്ല പോസിറ്റീവായിട്ടുള്ള വിഷ്വലൈസേഷൻ എഴുന്നേറ്റ ഉടനെയുള്ള കുറച്ച് സമയം നിങ്ങളിലേക്ക് കൊടുക്കുക. നല്ല ചിന്തകൾ മാത്രം കൊടുക്കുക, നെഗറ്റീവായിട്ടുള്ള ഒന്നിനെയും പ്രവേശിപ്പിക്കാതിരിക്കുക. ഈ നെഗറ്റീവ് ചിന്തകൾക്ക് പകരം നിങ്ങൾ റീപ്ലേസ് ചെയ്യാനുള്ള ചിന്തകൾ എന്ന് പറഞ്ഞാൽ, എൻ്റെ അടുത്ത് ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട്, എനിക്ക് നന്നായിട്ട് പഠിക്കാനുള്ള കഴിവുണ്ട്, ഞാൻ ഇരുന്ന് പഠിച്ച് ഞാൻ എന്തായാലും ആ ഒരു ലെവലിലേക്ക് എത്തും, ഞാൻ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന പല ടോപ്പിക്കുകളിലും എനിക്ക് മറ്റുള്ള ആളുകളെക്കാൾ എന്തൊക്കെയോ കഴിവുണ്ട്, എനിക്കത് നേരിട്ടറിയാം, ഞാൻ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ കഴിവുള്ള ആളാണ്, ഞാനൊന്ന് മനസ്സിരുത്തി ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും വിജയിക്കും, എനിക്ക് ഈ സെറ്റപ്പൊക്കെ തന്നെ ധാരാളമാണ്, ഞാൻ എന്തായാലും ആ ഒരു റാങ്ക് ലിസ്റ്റിൽ ഉണ്ടാവും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. ഇതുപോലുള്ള പോസിറ്റീവ് ചിന്തകൾ വേണം നിങ്ങളിലേക്ക് കൊടുക്കാൻ. ഇനി രണ്ടാമത്തെ പോയിന്റ് വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. ഇതൊരു കാരണവശാലും ഇതിലൊരു കോംപ്രമൈസും ഇല്ല. നോട്ട് ദ പോയിന്റ്. നിങ്ങൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും, ആകാശം ഇടിഞ്ഞ് വീഴാണെങ്കിലും ഭൂമി കുലുക്കാണെങ്കിലും, നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു സമയക്രമം പഠിക്കാൻ വേണ്ടി ഉണ്ടായിരിക്കണം. നമുക്കിതിന് ഒരു ടൈം ബ്ലോക്ക് എന്ന് പറയാം. ഓക്കെ, എൻ്റെ ഇന്നത്തെ ദിവസം, ഈ ദിവസം ഇന്ന ടൈം മുതൽ ഇന്ന ടൈം വരെ എൻ്റെ സ്റ്റഡി ടൈമാണ്. അവിടെ നല്ലൊരു ഔട്ട്പുട്ട് ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം. അവിടെ ഉഴപ്പാനല്ല ഞാൻ ഇരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, രാത്രി ഫുഡൊക്കെ കഴിച്ചിട്ട് ഒരു 8 മണി മുതൽ 11 മണി വരെ എൻ്റെ സ്റ്റഡി ടൈമാണ്. ഈ ടൈമിൽ വേറെ ഒരു പരിപാടിക്ക് ഞാനില്ല, എന്നെ ആരും വിളിക്കാൻ വേണ്ട, ഞാൻ ഫോൺ പോലും എടുക്കാൻ പോകുന്നില്ല. എന്താണോ എൻ്റെ പരിപാടി അത് മാത്രം. ചിലപ്പോൾ ഫോൺ എടുക്കേണ്ടി വന്നേക്കാം, അതിൽ പഠിക്കാനുള്ള കാര്യത്തിന് വേണ്ടി മാത്രം ഞാൻ മുൻതൂക്കം കൊടുക്കും. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടൈം പുലർച്ചെയാണെങ്കിലോ, പുലർച്ചെ ഒരു 3 മണി മുതൽ ഒരു 7 മണി വരെ ഞാൻ ഇരിക്കാൻ പോവാണ്. വേറെ ഒരു പരിപാടിക്ക് ഞാൻ ആ സമയത്തില്ല. ഇനിയിപ്പോൾ നിങ്ങൾ ദിവസം ക്ലാസ് പോകുന്ന ആളുകളാണെങ്കിലോ, അത് നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ മാറ്റുക. ആകാശം ഇടിഞ്ഞ് വീണാലും ഞാൻ ഈ ടൈം ബ്ലോക്ക് തെറ്റിക്കില്ല എന്നുള്ള നിങ്ങളുടെ ഈ തീരുമാനമാണ് നിങ്ങളിലേക്കുള്ള വിജയമായിട്ട് മാറുന്നത്. അപ്പോൾ ഈ തീരുമാനത്തിൻ്റെ റോള് ഒരു കാരണവശാലും കുറയാൻ പാടില്ല. നിങ്ങളുടെ ഡ്യൂട്ടി ഇതാണ്, നിങ്ങളുടെ ലൈഫിൻ്റെ ലക്ഷ്യം ഇതാണ്, വേറെ ഒന്നും നിങ്ങളെ സംബന്ധിച്ചിപ്പോൾ ലക്ഷ്യമല്ല. ഓക്കെ, നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി മൂന്നാമത്തെ പോയിന്റാണ്. ഇത് കുറച്ച് വലിയ ഒരു ടോപ്പിക്കാണ്. ഇതിനകത്ത് ചെറിയ ചെറിയ കുറേ പോയിന്റ്സ് ഉണ്ട്. ഇതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ഇതൊക്കെ തന്നെയാണ് നിങ്ങളുടെ വിജയമായിട്ട് മാറാൻ പോകുന്നത്. മൂന്നാമത്തെ പോയിന്റ്, സ്റ്റഡി പ്ലാനും ടൈം ടേബിളും മൈൽ സ്റ്റോണും ഡെഡ് ലൈനുകളും നിങ്ങൾക്കുണ്ടോ എന്നുള്ളതാണ്. എന്താണ് സുഹൃത്തെ സ്റ്റഡി പ്ലാന്? എന്താണ് സുഹൃത്തെ സ്റ്റഡി പ്ലാന്, ടൈം ടേബിൾ എന്നൊക്കെ പറയുന്നത്? നിങ്ങൾക്കൊരു 3 മാസം പരീക്ഷയ്ക്കുണ്ടെന്ന് വിചാരിക്കാം. ഈ 3 മാസത്തിലുള്ള ഒരൊറ്റ ദിവസം പോലും വിടാതെ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള റൂട്ട് മാപ്പാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ.
നിങ്ങൾ കാലിക്കറ്റ് നിന്ന് പോണ്ടിച്ചേരിക്ക് ഒരു കാർ എടുത്ത് പോവാണെന്ന് വിചാരിക്കുക. നിങ്ങളുടെ കയ്യിൽ കൃത്യമായിട്ടുള്ള മാപ്പ് ഇല്ലെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ നിങ്ങൾ കേരളം കഴിയും, അവിടെ നിന്ന് നിങ്ങൾ പെടും, എവിടെയെങ്കിലുമൊക്കെ എങ്ങോട്ടെങ്കിലുമൊക്കെ ആയി പോവും. ഇതേ റോളാണ് നിങ്ങളുടെ സെൽഫ് അനാലിസിസ് എന്ന് പറയുന്ന ഈ ഒരു സ്റ്റഡി പ്ലാനിനും ടൈം ടേബിളിലും മൈൽ സ്റ്റോണുകൾക്കൊക്കെ ഉള്ളത്. നിങ്ങൾക്ക് ഏതിലാണ് കുറഞ്ഞ മാർക്ക് കിട്ടാൻ പോകുന്നത്, അതിൻ്റെ മുകളിൽ നന്നായിട്ടിരിക്കുക. ഇനിയിപ്പോൾ ഏതിലാണ് നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടുക, അത് ഫുള്ള് വാങ്ങാൻ നോക്കുക. ഈ പരീക്ഷയുമായിട്ട് ബന്ധപ്പെടുത്തി നിങ്ങളെപ്പറ്റി തന്നെ പഠിച്ച് കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടാക്കി നിങ്ങൾ പ്ലാൻ ചെയ്യണം. ഒരു മാപ്പ് പോലെ പ്ലാൻ ചെയ്യണം. വരാൻ പോകുന്ന ഈ എക്സാമിലേക്ക് ഇത്ര കാര്യങ്ങളിലേക്ക് ഞാൻ കൃത്യമായിട്ടിരുന്ന് കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും വിജയിക്കുമെന്നുള്ള ആ പ്ലാൻ നിങ്ങൾ തയ്യാറാക്കുക. അത് തയ്യാറാക്കാൻ ചിലപ്പോൾ 2-3 മണിക്കൂർ മതി. പക്ഷെ അതില്ലാതെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പോണ്ടിച്ചേരി എത്താൻ കഴിയില്ല എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ആ ഒരു വിജയം നേടാൻ കഴിഞ്ഞെന്ന് വരില്ല. അപ്പോൾ നിങ്ങളെപ്പറ്റി തന്നെ പഠിച്ച് ഏതിൽ ഞാൻ ഇരിക്കണം എന്നുള്ള കൃത്യമായിട്ടുള്ള ധാരണകൾ ഉണ്ടാക്കി അതിലേക്ക് ഇരുന്ന് പഠിക്കാനുള്ളൊരു മൈൻഡ് സെറ്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. ഇനി ഇതേ പോയിന്റിലുള്ളൊരു മൈന്യൂട്ട് കാര്യം പറയട്ടെ, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കേട്ടോ. ഡെഡ് ലൈൻ എന്ന് പറയും. ഇതില്ലാതെ നമ്മളിൽ നിന്നൊരു ഔട്ട്പുട്ട് വരില്ല. എൻ്റെയൊക്കെ ഡെയിലി ലൈഫിലുണ്ടല്ലോ, ഞാൻ രാവിലെ കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്, ഇന്ന് 6 മണിയുടെ ഇടയിൽ ഇത്ര കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ലൈഫ്, അവിടെ ഉഴപ്പാൻ വേണ്ടിയിട്ടല്ല ഞാനത് ജീവിക്കുന്നത്. അതുപോലെ ഇന്ന് വൈകുന്നേരം 6 മണിക്കിടയിൽ അല്ലെങ്കിൽ ഇന്ന് രാത്രി 11 മണിക്കിടയിൽ എനിക്ക് ഇത്ര കാര്യങ്ങൾ ഞാൻ ചെയ്തിരിക്കും. ഈ എക്സാമിന് വേണ്ടി 10 പേജ് നോട്ടുകളെങ്കിലും ഇന്ന് ഒരു ദിവസം ഞാൻ ഉണ്ടാക്കിയിരിക്കും. ഒരു 20 പേജെങ്കിലും ഞാൻ ഇരുന്ന് പഠിച്ചിരിക്കും. ഈ പഠിച്ച കാര്യങ്ങളിലുള്ള ചില കാര്യങ്ങളൊക്കെ ഒരു പേപ്പറിൽ എഴുതിയിട്ട് എനിക്ക് എൻ്റെ മുന്നിൽ ഒട്ടിക്കാനുണ്ട്. ഇനിയിപ്പോൾ ആരൊക്കെ എന്നെ ഫോണിൽ വിളിച്ചാലും എനിക്ക് അതിനൊന്നും ടൈമില്ല. അപ്പോൾ ഈ ഒരു റൂട്ട് മാപ്പ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കണം എന്നുള്ളതാണ് 3ാമത്തെ പോയിന്റ്. ഇത് മാത്രം പോരാ, ഈ പ്ലാന് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്യണം. ഓരോ ആഴ്ചയിൽ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം. ഇത് എവിടം വരെ എത്തി, ഇത് വിചാരിച്ച പോലെ തന്നെ പോകുന്നുണ്ടോ, ഇതിലേക്ക് ഞാൻ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യേണ്ടതുണ്ടോ എന്നൊക്കെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പഠിക്കാൻ തയ്യാറാവണം. ഈ 3 പോയിന്റ്സ് കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഉറപ്പായിട്ടും കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ മുന്നോട്ട് പോകും എന്ന് ഞാൻ ഗ്യാരണ്ടി പറയുകയാണ്.